LDF, UDF സർക്കാരുകളെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുന്നതാണ് ഭൂമി നിർവ്വഹണത്തെക്കുറിച്ച് CAG-യുടെ 2014 റിപ്പോർട്ട്. നിർമ്മാണം തുടങ്ങിയ കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെ 4 വിമാനത്താവളങ്ങളുള്ള കേരളത്തിൽ പുതിയൊരു വിമാനത്താവളത്തിന്റെ ആവശ്യകത പഠിക്കാതെയാണ് പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയത്. ഗതാഗത വകുപ്പിനെ മറികടന്ന് പദ്ധതിക്ക് അനുമതി നൽകിയ വ്യവസായ വകുപ്പ് അധികാരപരിധി ലംഘിച്ചു. പദ്ധതിക്ക് ആവശ്യമായ 200 ഹെക്ടറിന് പകരം 444 ഏക്കർ വിജ്ഞാപനം ചെയ്തും വ്യവസായ വകുപ്പ് വീഴ്ച വരുത്തി. നിയമലംഘനങ്ങൾ നടത്തിയ കമ്പനിയിൽ ഓഹരിയെടുത്ത സർക്കാർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കക്ഷി ചേർന്നതായി CAG വിമർശിക്കുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് തെറ്റായ വിവരങ്ങളാണ് പരിസ്ഥിതി വകുപ്പ് നൽകിയത്. വരുമാന നികുതി കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് കേന്ദ്ര സർക്കാർ തത്വത്തിലുള്ള അനുമതി നൽകിയത്. എല്ലാ ഘട്ടങ്ങളിലും പദ്ധതിയെ സഹായിക്കുന്ന നിലപാടായിരുന്നു കേന്ദ്രത്തിൻ്റെതെന്നും CAG കുറ്റപ്പെടുത്തുന്നു. വിമാനത്താവളത്തിനായി വാങ്ങിക്കൂട്ടിയ 378 ഏക്കർ ഭൂപരിഷ്കരണ നിയമം അനുവദിക്കുന്ന പരിധിയുടെ 25 ഇരട്ടിയാണ്. ഇത് പരിശോധിക്കാൻ തന്നെ 9 വർഷമെടുത്തു. എന്നിട്ടും ഇതിനെതിരെ റവന്യൂ വകുപ്പ് നടപടിയെടുത്തില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. ഭൂമി പതിച്ചു നൽകാൻ MLA-യുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിനെയും CAG വിമർശിക്കുന്നു. ആകെയുള്ള 378 ഏക്കറിൽ 229 ഏക്കറും നെൽവയലായിരുന്നു. ഭൂമിയുടെ സ്വഭാവം മാറ്റിയാണ് പതിച്ചു വാങ്ങിയത്. കമ്പനി 24.35 ഏക്കർ സർക്കാർ ഭൂമി കൈയേറിയതിലും നടപടിയുണ്ടായില്ലെന്നും റിപ്പോർട്ട് കണ്ടെത്തുന്നു. കമ്പനിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്താങ്ങിയതടക്കം എല്ലാ തലങ്ങളിലുമുള്ള പിഴവുകളിന്മേൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. പരിസ്ഥിതി ആഘാതം പഠിക്കുകയും പരിഹാര നടപടികൾ നടത്തുകയും വേണം. 5ാമതൊരു വിമാനത്താവളത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. മീഡിയ 1 തിരുവനന്തപുരം.